അതുകൊണ്ട് വാപ്പാക്ക് വാപ്പാന്റെ ഗുണമുണ്ടാകുമ്പോഴാണ്, ഉമ്മാക്ക് ഉമ്മാന്റെ ഗുണമുണ്ടാകുമ്പോഴാണ് മക്കൾക്ക് മക്കളുടെ ഗുണമുണ്ടാകുന്നത്. നമ്മൾ ഗൗസുൽ-ആദമിന്റെ വാപ്പാനെ പറ്റി പറയലുണ്ട്, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാനെ പറ്റി. അബൂ സ്വാലിഹ് എന്നാണ് വാപ്പാന്റെ പേര്. അത് അബൂ ഹനീഫ ഇമാമിന്റെ വാപ്പയാണെന്നൊരു അഭിപ്രായമുണ്ട്. ചരിത്രമാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്നൊരു അഭിപ്രായ വ്യത്യാസം. അത്തിപ്പഴം തിന്നിട്ട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോയ വാപ്പ. അബൂ ഹനീഫ ഇമാമിന്റെ ആണ് വെക്കുക, അല്ലെങ്കിൽ എന്തായാലും ഒരാളെ വാപ്പയാണ്, രണ്ടാളും മോശക്കാരല്ലോ. എന്താ വാപ്പാക്കുണ്ടായ പ്രത്യേകത? അത്തിപ്പഴം തിന്നിട്ട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അത്തി മുതലാളി അബ്ദുല്ലാഹി സൗമായി എന്നാണ് മഹാനവർകളുടെ പേര്. സയ്യിദ് കുടുംബാംഗമാണ്. അബ്ദുല്ലാഹി സൗമായി എന്നായിരുന്നു അത്തി മുതലാളിയുടെ പേര്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടൂല. തോട്ടത്തിൽ ജോലി ചെയ്തു പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട്. ജോലി കഴിഞ്ഞ് പൂർത്തിയാക്കിയിരുന്ന ഞാൻ പോട്ടെ, നിങ്ങൾ പൊരുത്തപ്പെടുവച്ചു. അതിൽ പറഞ്ഞു പൊരുത്തപ്പെടൂലായിരുന്നു. ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഇനി ഒരു മോളുണ്ട്, കയ്യും കാലും ഒന്നും ഇല്ല, അതിനെ കെട്ടണം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ വിഷയം എന്താ വെച്ചാൽ അതല്ല, അത്തിപ്പഴത്തിന് പകരം ആനമുടുക തിന്നു എന്ന് വിചാരിച്ചോളി, കുറച്ച് വലുതായിക്കോട്ടെ. എന്നിട്ട് നമ്മൾ പൊരുത്തപ്പെടിക്കാൻ പോയി. അപ്പം ഉടമസ്ഥൻ പറഞ്ഞു, ഞാനത് പൊരുത്തപ്പെടൂല, ഇതിൻ്റെ തെങ്ങിൻ്റെ ചോടൊന്ന് കൊത്തിക്കളക്കണം എന്ന് പറഞ്ഞ അന്തേക്കാരൻ വർത്തനം. ഈ വലുപ്പത്തില് വേറൊരാളെ നോയിക്കൊള്ളൂ പറയില്ലേ. അതുകൊണ്ട് തന്നെയാണ് മുഹ്യിദ്ദീൻ ശൈഖിന്റെ മരുന്ന് കുട്ടികളെ നമുക്ക് ഇല്ലാത്തതിന്റെ കാരണം. വാപ്പാക്ക് വാപ്പാന്റെ ഗുണമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മകന് മകന്റെ ഗുണമുണ്ടായത്. ഉമ്മാക്ക് ഉമ്മാന്റെ ഗുണമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മകന് മകന്റെ ഗുണമുണ്ടായത്. അതാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. കളവ് പറയല്ല എന്നും ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്നെ കൊടുത്തോവരേ. നുണ പറയാൻ പഠിപ്പിക്കുന്നത് ആരാണ്? ഉമ്മയാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പഠിപ്പിക്കുന്നത് ആരാണ്? ഉമ്മയാണ്. ഉമ്മിമ്പാപ്പയും പഠിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം. അതാണ് ഒന്നാമത്തെ മദ്രസ. അതുകൊണ്ട് ഈമാൻ, ഒന്നാമത്തെ ഭാഗം ഈമാനെ സംരക്ഷിക്കാം. രണ്ടാമത്തെ കാര്യം ഇൽമിനെ സംരക്ഷിക്കണം. ഇൽമ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാല് ഇൽമ നാഫിയാക്കുക. ഇൽമിന് സംരക്ഷണം ഉണ്ടാവണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൽമിന് സംരക്ഷണം ഉണ്ടാവാൻ 3 കാര്യം. പറയാം, മൈക്കെടുത്ത് നോക്കണം. കേൾക്കാത്ത പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അങ്ങോട്ട് നോക്കി. ഇൽമിന് സംരക്ഷണം കിട്ടണം, അതിന് 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. 3 കാര്യമാണ് ഇൽമിന് സംരക്ഷണം നൽകുക. അതിൽ ഒന്നാമത്തെ കാര്യം, ഭൗതിക തലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ആത്മീയ തലം പുരോഗമിക്കണം. എല്ലാവർക്കും ഒരേമാതിരിയുള്ള വിദ്യാഭ്യാസം മതിയാവില്ല. 3ാം ക്ലാസ് മദ്രസയിലും പോയി, 3ാം ക്ലാസ് സ്കൂളിലും പോയി, ആകെ അത്രേ പോയിട്ടുള്ളൂ. പിന്നെ അവന് കണ്ണൂട്ടാനും അറിയാം, കൗമുമ കയറാനും അറിയാം, വെറ്റിലപ്പൊടി നുള്ളാനും അറിയാം, പജ്ജിനെ കറത്താനും അറിയാം. ഒരു ദിവസം പജ്ജിനെ കറന്നുകാണ്ടിട്ട് വരുമ്പോൾ അവനോട് ചോദിച്ചു, അള്ളണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചു. എന്നാ ഓൻ പറയും, ദേശം അടുത്തേക്ക് വാനിക്ക് അപ്പം കാണിച്ചു തരാറി. അവൻ്റെ ഇമാൻ പോവില്ല. എന്താ കാര്യം? 2 പേരും ഒരേ മാതിരിയാണ്. അതിനെ കാരണം ഇന്ന് ഈമാൻ പോണത് വിവരമില്ലാത്തവർക്കല്ല, വിവരമുള്ളവർക്കാണ്. യുക്തിവാദികൾ വിവരമില്ലാത്തവരല്ലല്ലോ, നിരീശ്വരവാദി വിവരമില്ലാത്തവനല്ലല്ലോ. ഈമാൻ പോയത് വിവരമില്ലാത്തവനല്ല, വിവരമുള്ളവൻ്റെ. എന്താ കാരണം? ഭൗതിക തലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ആത്മീയ തലം പുരോഗമിച്ചില്ല എന്നതാണ് കാരണം. ഭൗതിക വിജ്ഞാനം നേടുമ്പോൾ സംശയങ്ങൾ വരും. ആ സംശയങ്ങൾ തീരണമെങ്കിൽ ആത്മീയ തലം പുരോഗമിക്കണം. +2 വരെ സ്കൂളിൽ പഠിക്കാവുന്ന വിഷയങ്ങളെ കവർ ചെയ്യുന്ന തരത്തിലാണ് മദ്രസയിൽ +2 വരെയുള്ള പുസ്തകങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ട് +2 വരെ സ്കൂളിൽ പോകുന്ന കുട്ടി +2 വരെ മദ്രസയിൽ വന്നെങ്കിൽ മാത്രമാണ് ഈ സ്കൂളിൽ നിന്നുണ്ടാകുന്ന സംശയം മദ്രസയിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. സംശയം വന്നുകൊണ്ടിരിക്കും, സംശയം വരും. ഞാൻ നേരത്തെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സുർക്ക, സംശയം തന്നെയുള്ളത്, സംശയം തന്നെയാണ്, സംശയം വരും. ആർക്കേ വരുള്ളൂ? സുർക്കയെ കുറിച്ച് പഠിച്ചവർക്കാണ് വരിക. അല്ലാതെ പേരിൽ അച്ചാറുണ്ടാക്കുന്ന ആൾക്കല്ല വരിക. ആർക്കാ വരിക? സുർക്കയെ കുറിച്ച് പഠിച്ച ആൾക്കാർക്ക് വരും. അത് സിന്തറ്റിക് വിനാഗിരിയാണ്, ആർട്ടിഫിഷ്യൽ സാധനമാണ്, ഒറിജിനൽ അല്ല. അതുകൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ കൂടുതലാണ്. ഇനി ഒറിജിനൽ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അതിലുണ്ട് കാണും. അപ്പോൾ എന്താണ് വിഷയം? വിഷയം ഏത് ഹദീസിലാണോ സംശയം തോന്നുന്നത് അതേ ഹദീസ് ആയിക്കെന്ന് പഠിക്കുകയാണ് വേണ്ടത്. ഏത് ഹദീസിൽ സംശയം തോന്നിയാലും ആദ്യം ചെയ്യേണ്ട പണി അതേ ഹദീസ് ആയിക്കെന്ന് പഠിക്കണം. പഠിച്ചത് മതിയായിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ സുർക്കയുടെ ഹദീസ് ആയിക്കെന്ന് പഠിക്കണം. ഏതാണ് സുർക്കയുടെ ഹദീസ്? ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വന്നു. വിശക്കുന്നുണ്ടായിരുന്നു. വീട്ടുകാരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷണം വല്ലതുമുണ്ടോ? വീട്ടുകാര് പറഞ്ഞു, ഒന്നുമില്ല നബിയെ, ഉണങ്ങിയ റൊട്ടിയുണ്ട്. ഉണങ്ങിയ റൊട്ടി എന്ന് പറഞ്ഞാല് ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന റൊട്ടി വെയിലത്ത് വെച്ച് ഉണക്കി പാത്തു വെക്കും. പിന്നെ എപ്പോഴെങ്കിലും ഭക്ഷണമില്ലാതെ വരുമ്പോൾ വെള്ളം കുടഞ്ഞ് അത് രണ്ടാമതും ഉപയോഗിക്കും. അതാണ് ഉണങ്ങിയ റൊട്ടി. അത് മാത്രമാണുള്ളത്. അത് കൊണ്ടുവരിക. അങ്ങനെ കൊടുന്നപ്പോൾ തിന്നാൻ ഒരൽപ്പം പ്രയാസം തോന്നി. അപ്പം നബി തങ്ങൾ ചോദിച്ചു, ഇതിലേക്ക് കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ വീട്ടുകാര് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, സുർക്കയല്ലാതെ മറ്റൊന്നും ഇല്ല നബിയേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിഅമൽ ഉദു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അർത്ഥം പറയും മനുഷ്യന്മാരെ. എന്താർത്ഥം? വേറെ ഒന്നുമില്ലെങ്കിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? വേറെ ഒന്നും ഇല്ലെങ്കിൽ എന്താ. ഇങ്ങനെ ഏത് ഹദീസിൽ സംശയം വന്നാലും അതേ ഹദീസ് തലക്കെന്ന് പഠിക്കണം. ഇനിയും തീരുന്നില്ല കേട്ടോ, സംശയം ഇനിയും വരും, സംശയം ഇനിയും വരും. അപ്പം എന്ത് വേണ്ടി വരും? ഇനിയും പഠിക്കേണ്ടി വരും. അതിനെന്ത് വേണം? ഭൗതിക വിജ്ഞാനം പുരോഗമിക്കുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം അതിൻ്റെ ഒപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഒന്നും വേണ്ട, പള്ളിക്കത്തെ മൂലയിലേറ്റൊരു കണക്ഷൻ, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള പള്ളിയത്തെ മൂലയിലേറ്റ് സംശയം വരുമ്പോൾ പോയി ചോദിക്കാനുള്ള ഒരു കണക്ഷൻ. ഇന്ന് പുതിയ തലമുറയ്ക്ക് എൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞ സാധനമില്ല. പഴയ ആൾക്കാർക്ക് ഉണ്ടാവും, എൻ്റെ ഉസ്താദ് ഇബ്രാഹിമല്ലാക്കായിരുന്നു, മമ്മല്ലാക്കായിരുന്നു, കുന്നത്തള്ളിയിലെ മൻമൂലയിലായിരുന്നു. പഴയ ആൾക്കാർക്ക് ഉണ്ടാവും. അതേസമയത്ത് പുതിയ കുട്ടികൾക്ക് ഉസ്താദൊക്കെ കുറേ ഉണ്ട്. ആരായിരുന്നു എൻ്റെ ഉസ്താദ്? അതൊരു കണ്ണട വെച്ച ആളായിരുന്നു. വേറെ കുട്ടിയോട് ചോദിച്ചാൽ പറഞ്ഞു, ആ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് വന്ന ആളായിരുന്നു. അതുപോലെ തവള എന്തേലേക്കാരം. ഇതൊക്കെയാണ് ഉസ്താദ് എന്ന സാധനം. ഓർമ്മല്ല, എൻ്റെ ഉസ്താദ് എന്ന സാധനമല്ല. എൻ്റെ ഉസ്താദ് എന്ന സാധനം ഇല്ലാതെ പോയതിന് കുറേ കാരണമുണ്ട് കേട്ടോ. ഒരു കാരണം 12 വയസ്സിന് ശേഷം പഠിക്കാതിരിക്കുന്നതാണ് കാരണം. എൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ആള് 12 വയസ്സിന് ശേഷം ഉണ്ടാവുള്ളൂ, അതിന് മുമ്പ് ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന് തോന്നണമെങ്കിൽ 12 വയസ്സ് കഴിയണം. അതിൻ്റെ മുമ്പ് വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഫസ്റ്റ് കിട്ടാൻ വേണ്ടി, സമ്മാനം കിട്ടാൻ വേണ്ടി ഒക്കെയുള്ളൂ. 12 വയസ്സിന് ശേഷമാണ് ജീവിക്കാൻ വേണ്ടി ഒരാൾ പഠിക്കുകയുള്ളൂ. അപ്പോഴേക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടും, ഒന്ന് 5ലും ഒന്ന് 7ലും. 5ലെ സർട്ടിഫിക്കറ്റ് നിർത്താൻ പോകുന്ന കേട്ട് വിദ്യാഭ്യാസത്തോടെ അങ്ങനെ ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 7ലാണ്, അതിന് 7 വരെ കിട്ടുമല്ലോ. ഈ 5ന്ന് മുടങ്ങുന്നതിൻ്റെ ഒരു കാരണം ആ സർട്ടിഫിക്കറ്റ് തന്നെ. ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യം പുതിയാപ്പിള കാണാൻ വരുമ്പോൾ ഒന്നിങ്ങനെ നോക്കാനല്ല, അതിപ്പോൾ ഉസ്താദന്മാർ ഫ്രെയിം ചെയ്ത് കണ്ടു തരും. അതിന് കൊണ്ടുപോയി തൂക്കിയാൽ മതിയല്ലോ എന്ന് തോന്നുകയാണ് 5 കഴിഞ്ഞാൽ. 7 വരെ എത്തി കിട്ടിയാൽ അതെങ്കിലും ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ്. പോരാ, ഭൗതിക വിദ്യാഭ്യാസം സൗകര്യമില്ല എന്നൊരിക്കലും പറയാൻ പറ്റൂല. കേരളക്കാർക്ക് സൗകര്യമില്ലെങ്കിൽ പിന്നെ ആർക്കാ സൗകര്യമുള്ളത്? ലോകത്ത്
ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തെ കേരളക്കാർക്ക് സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ ആർക്കാ സൗകര്യം ഉണ്ടാവുക? സൗകര്യം ഇല്ലാത്തതുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. വേണ്ട, ഒരു സൗകര്യമാണെങ്കിലും ഇതിലുണ്ടല്ലോ സൗകര്യം. ഇതെല്ലാവരുടെ കയ്യിലുണ്ടല്ലോ, ഇതിലുണ്ടല്ലോ സൗകര്യം. വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വേണമെന്ന് കരുതിയാൽ സൗകര്യമുണ്ട്. അപ്പൊ ഇൽമിന്റെ സംരക്ഷണത്തിൽ ഒന്നാമത്തേത് ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. അതിൽ രണ്ടാമത്തേത് ഗുരുവിനെ ആദരിക്കാൻ പഠിപ്പിക്കണം. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ വന്നിട്ട് ബാപ്പാട് പറയാണ്, വാപ്പ ഇപ്പ ഞങ്ങളെ എഴുമാശ എല്ലാവരും ചേനത്തലേന്നാണ് വിളിക്കല് എന്ന്. കഷണ്ടിയാണ് ആളെ. അതിൽ വാപ്പ ചോദിക്കുക പറയണേ, അതയാൾക്ക് പറ്റിയ പേരെന്നെയാണ്. എവിടുന്നാ നേരാകുക? ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ പിന്നെ എവിടുന്നാ നേരാകുക? ഇതാണ് രണ്ടാമത്തെ കാര്യം. ഗുരുവിന് അപ്പ പറയണം, വാപ്പ മോനെ മോളെ, വാപ്പാൻ്റെ കുട്ടി ഇനി മേലാൽ അതും പറയരുത്. ആര് പറഞ്ഞാലും ശരി, ഞമ്മക്കത് പറയാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു വാപ്പാക്കും ഉമ്മാക്കും കഴിയുമെങ്കിൽ ഗുരുനാഥന്മാരെ ആദരിക്കാതെ ഇൽമിന്റെ പരിപാലനം നടക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, ഉള്ള ഇൽമു കൊണ്ട് അമൽ ചെയ്താലേ ഇൽമിന്റെ പരിപാലനം നടക്കുള്ളൂ. ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം. സൂറത്തു യാസീൻ പഠിക്കാത്ത ആരും ഉണ്ടാവില്ല. എന്നാലും ഓതിയാലോ പൊട്ടി തിരിച്ചമായിരുണ്ടാവും. ഓതി അവസാനം ആയത്തില്ലൊന്നുമില്ല, അർബുൽ മൈത്തൂൻ്റെ കൊടുക്കാനെടുത്തു. പിന്നെ അങ്ങോട്ട് ഓതിയാൽ കുറേ ഓതുമ്പോൾ തുടങ്ങിയെടുത്ത് എന്താ സംഭവം? പഠിക്കയറ്റ അല്ല, പിന്നെന്തേ ഉപയോഗിക്കയറ്റ്. പഠിച്ച ഇൽമിനെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ പുരോഗമനം ഉണ്ടാകൂ, അതിൻ്റെ പരിപാലനം നടക്കുകയുള്ളൂ. അതുകൊണ്ട് പഠിച്ച ഈ 3 കാര്യങ്ങളാണ് ഇൽമിൻ്റെ പരിപാലനം. ഇനി മൂന്നാമത്തെ കാര്യം ബുദ്ധിയുടെ പരിപാലനമാണ്. മക്കളുടെ ബുദ്ധിയെ പരിപാലിക്കേണ്ടത് മാതാപിതാക്കളാണ്. എന്താണ് ഈ ബുദ്ധിയുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ? ബുദ്ധി വികസിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം, അതിനാവശ്യമായ മരുന്നുകൾ കൊടുക്കണം, അതൊക്കെ വേണ്ട തന്നെയാണ്. ശരീരം എപ്പോഴും വൃത്തി ഉണ്ടാവണം, സുഗന്ധം ഉപയോഗിക്കണം. സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി കൂടുതലാവുമെന്ന് സയ്യിദുനാ ഇമാമുനാ ശാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഗന്ധം ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കണം. ഇന്നിപ്പോൾ ഒരു കുട്ടി അത്രയൊന്നും വാങ്ങാൻ ആർക്കും കഴിവുകേടൊന്നുമില്ല, അതിനത്രം സാധുക്കളൊന്നും നമ്മുടെ നാട്ടിലൊന്നുമില്ല. അതുകൊണ്ട് കുട്ടികൾ സ്കൂൾക്കും മാനസ്കൊക്കെ പോകുമ്പോൾ ഒന്ന് അത്രയൊക്കെ പൂശി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ബുദ്ധിയെ വർദ്ധിപ്പിക്കും. പല്ല് തേക്കൽ ബുദ്ധിയെ വർദ്ധിപ്പിക്കും, മിസ്വാക്ക് ചെയ്യൽ, നാവ് വൃത്തിയാക്കൽ ബുദ്ധിയെ വികസിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്നത്തെ കാലത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ലഹരി ഉപയോഗിക്കാതിരിക്കുക. അതാണ് ബുദ്ധിയെ തകർക്കുന്ന സാധനം. ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. എന്നോട് എപ്പോഴും പള്ളിക്ക് വരുന്നേ, പള്ളിൻ്റെ ഒരു 4 വീട് അപ്പുറത്ത് പെട്ടിപ്പീട കച്ചവടം നടത്തുന്ന എല്ലാ ഭക്തനും പള്ളിക്ക് വരുന്നേ, മുക്കറില്ലാത്തുമ്പോൾ ഇടക്ക് വാങ്ങിക്കൊടുക്കണേ ഒരാൾ മരിച്ചിട്ട് അയാളുടെ മോൻ എന്നോട് പറഞ്ഞു, ഇപ്പാൻ്റെ പെട്ടിപ്പീടിയിൽ നോക്കുമ്പോൾ ഇന്നതൊക്കെ ഉണ്ട്, എന്താ വേണ്ടത്? വേറെ ആർക്കെങ്കിലും കൊടുത്തൊഴിവാക്കിയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ബക്കറ്റ് കൂടി ശരി ഇൻഷാ അല്ലാഹ്. എല്ലാവരും കായ് പിടിക്കുന്നുണ്ട്. ആദ്യം കായ് എടുത്ത് കൈ പിടിക്കുന്ന അതിൻ്റെ കൊടുക്കുക. പെണ്ണുങ്ങളെടുത്തൊക്കെ വരും കേട്ടോ, കായ് എടുത്ത് കൈ പിടിച്ചോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒരിക്കൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് ഇതേമാതിരി ഒരു രക്ഷിതാക്കളെ മീറ്റിങ്ങിന് ചെന്നു. ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ വലിയ മഹല്ല, റോഡ് രക്ഷിതാക്കളുടെ നാഷണൽ ഹൈവേൻ്റെ സമീപത്താണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഒരു 10ാം ക്ലാസ്സൊക്കെ പ്രായമായാൽ ഒരു 5-8 കുട്ടികൾ കൂടിയിട്ട് ഒരു പീഡി റൂം വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് ഓല അവിടെ എന്തെങ്കിലും ഒരു ക്ലബിൻ്റെ പേരിട്ടുകൊണ്ട് ഒരു തീറ്റും കുടിയും കടന്നുറങ്ങലും ഒക്കെ അവിടെ തന്നെ.
അങ്ങനെ ഇവിടെ നോക്കിയാൽ ഒരു 10-20 പീഡിയൻ്റെ മേലെങ്കിലും ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പ്രസംഗിച്ചോ പറഞ്ഞു, ആ വാടക കൊടുത്തവനും വാപ്പന്നെയാണല്ലോ. ഇത് കുട്ടികളെടുത്തത് ഒരാൾ വാടക കൊടുത്തിട്ടല്ലേ, ഓനും വാപ്പന്നല്ലേ, ഓനുമില്ല മക്കള്, ഓനും മജ്‌ലിസിനോർക്ക് 313 കൊടുക്കലില്ലേ മക്കൾ നേരാവാൻ. എവിടുന്ന നേരാക? ആരാൻ്റെ മക്കളെ ഈ തോതിലാക്കി കേടെടുത്തിട്ട് അതിൻ്റെ വരുമാനം കൊണ്ട് കോഴി വാങ്ങിക്കൊടുത്ത് തീറ്റിച്ചിട്ട് പിന്നെ കുട്ടികൾ നേരാവണം എന്ന് പറഞ്ഞാൽ എവിടുന്ന നടക്കുക? ഇതന്നെയാണ് പ്രശ്നം. അപ്പം ഞാൻ ഇത് കുറച്ച് മുമ്പാണ് കേട്ടോ. അപ്പം അയാൾ മരിച്ചിട്ട് കട നിർത്തി. ഒരു വേറെ ജോലിയൊക്കെ ഉണ്ട്. കട നിർത്തിയിട്ട് പരിശോധിച്ചപ്പോൾ വാപ്പാൻ്റെ പീടിയിൽ ഇന്നൊക്കെ സാധനങ്ങൾ കിട്ടി. എന്താ ഉസ്താദെ കാട്ടുക? അത് ഞാൻ ഇത് വിൽക്കണ വേറെ ആർക്കെങ്കിലും കൊടുത്താലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിവരം ആരോടും പറയരുത്, ഞാനൊരു മാത്രം അറിഞ്ഞാൽ മതി. അതെന്തെങ്കിലും ഒരു സാധനത്തിൽ പോയിട്ട് കണ്ട് ആരും കാണാതെ പുഴയ്ക്ക് കൊണ്ടുപോയിട്ടളാന്ന് പറഞ്ഞു. എന്താ പറയാ നമ്മൾ ഇതൊക്കെയാണെന്ന്. അപ്പോൾ ലഹരി ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളാണ് ചുറ്റുഭാഗത്തും. അതറിയിക്കാൻ വേണ്ടി പറഞ്ഞ. അതുകൊണ്ട് എന്തുവാണെന്ന് നിങ്ങൾ അവനാൻ്റെ മക്കളെ നല്ലോണം നോക്കുക. എങ്ങനെ നോക്കുക? അടയാളങ്ങളെ ശ്രദ്ധിക്കുക. ലഹരിക്ക് അടയാളമുണ്ട്, ലഹരി ഉപയോഗിക്കുന്നതിന് അടയാളമുണ്ട്. പണ്ടത്തെ അടയാളം ഇപ്പോഴത്തെ അടയാളം വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. പണ്ട് കണ്ടുപിടിച്ച് അങ്ങനെ ആടും, WWW എന്നിട്ട് വരിക. ഇന്നിപ്പോൾ അങ്ങനെ ആടുന്ന സാധനങ്ങൾ വല്ലാതെ ആരും കുടിക്കില്ല, വളരെ ലോക്കലാണ്. ഇപ്പം ആട്ടല്ല, നീർന്നിക്കുകയാണ്. മുമ്പ് ആടലായിരുന്നു, ഇപ്പം ആട്ടം നിൽക്കുകയില്ല. മുമ്പൊക്കെ കള്ളുടിച്ചാൽ ഒരു വാസന ഉണ്ടാവും ആളടുത്തേക്ക് വരുമ്പോൾ. ഇപ്പം അതിൻ്റെ ഒപ്പം തൊള്ളയിലിടാനൊരു പാക്കും കൂടിയും കിട്ടും. നല്ല നല്ല വാസന അല്ലേ? ചിലപ്പോൾ ഊതിൻ്റെ വാസന കേൾക്കാരം. ഒരാൾ കള്ളുടിച്ചാണിട്ട് വരുമ്പോൾ അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരിക എന്നാണ് തോന്നുക. അപ്പം അതുകൊണ്ട് പഴയ അടയാളങ്ങളൊന്നുമില്ല, പുതിയ അടയാളങ്ങളെ നോക്കണ്ടേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം ഇന്നിപ്പോൾ പറയാൻ പറ്റിയൊരു ദിവസമാണ്. എന്തുകൊണ്ടാ വെച്ചാൽ തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്, കുട്ടികളുണ്ടാവില്ല എന്നുള്ളതൊരു സൗകര്യമാണ്. ശരിക്കും രക്ഷിതാക്കളെ മീറ്റിംഗ് എപ്പോഴും വർക്കിംഗ് ഡേയിൽ നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടികളില്ലാത്ത സമയത്ത് നടത്തണം. പാൻസ് തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുന്ന സമയത്ത് പോക്കറ്റ് വാസനിച്ച് നോക്കുകയാണ് വേണ്ടത്. ചന്ദനത്തിരി പോലെയുള്ള എന്തെങ്കിലും ഒന്നിൻ്റെ വാസന തോന്നുകയാണെങ്കിൽ സംശയം നമ്പർ 1. ഒന്നാമത്തെ സംശയം അപ്പോൾ കൊടുക്കണം. പിന്നെ കൂടുതൽ അടയാളം നോക്കുക. ഓരോന്നിനും ഓരോ അടയാളങ്ങളാണ്. മൊത്തത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. 20 റുപ്യ, 50 റുപ്യ, ഇങ്ങനെയുള്ള 100 റുപ്യയിൽ താഴെയുള്ള പൈസ പെരേന്ന് കാണാതാവുക, അതൊരടയാളമാണ്. നമ്മളോട്ട് ശ്രദ്ധിക്കില്ല, പൈസ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ചെറിയ പൈസ നല്ലോണം സൂക്ഷിക്കണം. 10,000 രൂപ കള്ളരും സൂക്ഷിക്കും. 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തക്കിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ചെറിയ ചെറിയ പൈസകൾ നല്ലോണം സൂക്ഷിക്കണം. കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളല്ലാതെ ആരാ കൊടുക്കാം. പക്ഷെ എന്താണ് ആവശ്യം? ആവശ്യത്തിന് കൊടുക്കുക. അതിൽ ബാക്കി എത്രയുള്ളത് അത് വാങ്ങിക്കുക. പിന്നെ ആവശ്യമുണ്ടോ പിന്നെയും കൊടുക്കുക. സാധാരണ മനുഷ്യൻ്റെ കുട്ടികൾ തിന്നണതൊക്കെ തിന്നോട്ടെ, എന്നും തിന്നണ്ടെന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഒരു ഐസ്ക്രീം തിന്നോട്ടെ. ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ കിട്ടണ വയ്യ നോക്കും. ഇടയ്ക്കൊക്കെ ഒരു ഐസ്ക്രീം തിന്നോട്ടെ, എന്നും ഐസ്ക്രീം തന്നെ ആക്കണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുക, അതിന് പൈസയും കൊടുക്കുക. പക്ഷെ ഒരു കയ്യും കണക്കൊക്കെ വേണം. അപ്പം അടയാളങ്ങൾ നോക്കുക. കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം വരിക ലഹരി ഉപയോഗത്തിൻ്റെ ഒരു അടയാളമാണ്. ശരീരം വെല്ലിച്ചു പോവുക, ഒറ്റയ്ക്കിരുന്ന് ദൂരേക്ക് നോക്കുക, ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. സ്വന്തമായുള്ള സൈക്കിൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുക, ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. വാപ്പാക്കും മാക്കും പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുക, ലഹരിയുടെ അടയാളം. അടുത്ത കുടുംബത്തോട് ദേഷ്യവും അകന്ന കുടുംബത്തോട് സ്നേഹവും ലഹരിയുടെ അടയാളം. ഉമ്മാനോട് കൂറ, പെങ്ങന്മാരോട് ദേഷ്യം, ഇളയമാൻ്റെ മകളെ കടിച്ചുകൊണ്ട് കിടക്കിടക്ക് പോകും, അമ്മായിൻ്റെ മോളെത്തിൻ്റെ പുറത്ത്. അകന്ന കുടുംബത്തോട് താല്പര്യം കൂടുതൽ.
അടുത്ത കുടുംബത്തോട് ദേഷ്യം ലഹരിയുടെ അടയാളം. എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കും. റൂമിൽ എപ്പോഴും വാതിൽ കുറ്റിയിട്ടേ ഇരിക്കുള്ളൂ, ലഹരിയുടെ അടയാളമാണ്. രാവിലെ റൂം അടിച്ചു വാരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം റൂമിൽ കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളം. ഇങ്ങനെ അടയാളങ്ങളെ ശ്രദ്ധിച്ച് ഒരു 3 അടയാളം കിട്ടിയാൽ ഉറപ്പിച്ചോളി സംഗതിയുണ്ട്. എന്താ വേണ്ടത്? ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കാൻ നിലവിൽ സംവിധാനമുണ്ട്. അതിന് ഡി അഡിക്ഷൻ സെൻ്ററുകൾ എന്നാണ് പറയാം. അവിടെ കൊണ്ടുപോയി ചികിത്സിക്കുക. ചികിത്സിച്ചാൽ മാറുന്ന രോഗമാണ് അഡിക്ഷൻ, മാറാത്തതല്ല. അതുകൊണ്ട് പൈസക്ക് കുറച്ച് ചിലവുണ്ടാവുന്നേ ഉള്ളൂ. പൈസ ചിലവാക്കി ചികിത്സിച്ച് മാറ്റണം. ഇതാണ് സംഗതി. ഇതാണ് ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞ സാധനം. പിന്നെ 4-മത്തേത് സ്വഭാവത്തിൻ്റെ സംരക്ഷണമാണ്. സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു അഭിമാനം. മനുഷ്യന്റെ അഭിമാനം എന്ന് പറഞ്ഞ സാധനം വേറൊന്നും അഭിമാനം. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗിച്ച പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിരുന്നു ഇന്നത്തെ ഈ ദിവസം, ഇന്നത്തെ ഈ സ്ഥലം, ഇന്നത്തെ ഈ മാസം എത്രത്തോളം പവിത്രമാണോ അതിനേക്കാൾ പവിത്രമാകുന്നു നിങ്ങളുടെ അഭിമാനം. അഭിമാനം അതിന് ക്ഷതം വരും വെള്ളം കൂടി എന്നാലൊഴിക്കും അന്നു ഞാനാ നടപടി. ഞാൻ ഒരിക്കൽ തൊയ്യിബ് വയസ്സ് പറഞ്ഞൊരു അനുഭവം ഓർമ്മയാണ് സാഹചര്യത്തോടനുബന്ധിച്ച്. ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ വാർഷികം നടക്കുകയാണ്. തൊയ്യിബ് വയസ്സൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ അവരിങ്ങനെ ഈ ബാനർ കെട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ പോകും. അപ്പോൾ ക്യാൻറ്റീനിലുള്ള ആളോട് ഭക്ഷണം കുറച്ചെടുത്ത് കൊണ്ടിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഭക്ഷണം എടുത്തപ്പം ഇവർ കുറച്ച് നേരം വൈകി പോസ്റ്ററും ബാനറും ഒക്കെ കെട്ടിയിട്ട് വരും, വന്നിട്ടത് കഴിക്കുമ്പോയി. ഒരു ദിവസം ഐദറസ് ഉസ്താദ് ജാമ്യയിൽ വന്ന ഒരു മീറ്റിങ്ങിന് രാത്രി അവിടെ ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിങ്ങനെ ഇറങ്ങുമ്പോൾ ക്യാൻറ്റീനത്തെ മാനേജർ, അതിൻ്റെ നടത്തിപ്പുകാരൻ ആ തൊയ്യബും കൂട്ടരും വന്നിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിങ്ങാണ്ട് പാത്രം എടുത്ത് വെച്ചിട്ട് മനുഷ്യനൊരു വൈക്ക് പോകാറുണ്ടല്ലോ എന്ന് പറയണത് ഐദറസ് ഉസ്താദ് കേട്ടു. ഈ തൊയ്യബ് ഐദറസ് ഉസ്താദിൻ്റെ മോനാണെന്ന് അയാൾക്കറിയില്ല. ഇത് കേട്ടു. ഐദറസ് ഉസ്താദ് ജാമ്യൻ്റെ മുമ്പിലുള്ള ചീനി മരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഒരു കുട്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് തൊയ്യബിനറിയോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു തൊയ്യബിനറിയാമെന്ന് പറഞ്ഞു. ഓനോട് വാപ്പ വിളിക്കുന്നുണ്ട്, ചീനിയുടെ ചോട്ടിലുണ്ട് എന്ന് പോയി പറയുക. അങ്ങനെ പോയി പറഞ്ഞു. തൊയ്യബ് പൈസ വന്നപ്പോൾ വാപ്പ ചോദിച്ചു, എൻ്റെ കീശയിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. എന്നാൽ പുറത്ത് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. എന്താ കാരണം? ഇതാണ് ഈ അഭിമാനം എന്ന് പറഞ്ഞ സാധനം. അഭിമാനം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും പാടില്ല. തന്നെ സംഗതി. മിസ്കീനും ഫക്കീറും തമ്മിലുള്ള വ്യത്യാസം എന്താ? മിസ്കീനും ഫക്കീറും തമ്മിലുള്ള വ്യത്യാസം അതാണല്ലോ. മിസ്കീൻ അഭിമാനിയായിരിക്കും, ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഓനിങ്ങനെ കഴിഞ്ഞ കൊല്ലത്ത് 25,000 വരാൻ കൂടിയില്ല. കൊല്ലത്ത് 25,000 ഞാൻ നേരത്തെ തന്നെ വന്നതാണ്. നിങ്ങൾ അവർ കൂടി കൂട്ടി തന്നാലേ അറിയാം. ആ സമയത്ത് മിസ്കീൻ ഓൻ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ അങ്ങനെ ഒരുങ്ങുന്നുണ്ട് എന്ന് കണ്ടാൽ അവിടെ കാണൂല, അപ്പുറത്തെ വാലിൽ കൂടി ഇറങ്ങിയാണ് പോയി. അപ്പം മിസ്കീൻ അഭിമാനിയാണ്. മനുഷ്യൻ്റെ അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. കല്യാണക്കാരെ ചെന്നു VIP-കൾക്ക് വേറൊരു പന്തലും കാണാണ്ട്, സാധാരണക്കാർക്ക് വേറൊരു പന്തലും കാണാണ്ട്, രണ്ടോടത്തൊന്നും ചോറ് വയ്ക്കരുത്. അത് മനുഷ്യൻ്റെ അഭിമാനം കളയും. VIP-കളിൽ നിന്ന് അഭിമാനം കളയാൻ കാരണം മറ്റൊരു ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. താന്ന പന്തൽ ഒരിക്കലും നിന്നരുത്, അത് മനുഷ്യൻ്റെ അഭിമാനത്തെ കളയും. അപ്പോൾ സ്വഭാവം ക്ലിയറാക്കാൻ പഠിപ്പിക്കേണ്ടത് അഭിമാനബോധമാണ്. ബാക്കിയൊക്കെ അതിനെ തുടർന്ന് അങ്ങനെ വന്നോളൂ. പിന്നൊരു കാര്യം കൂടിയുണ്ട്, സ്വഭാവം നന്നാക്കാൻ ദേഷ്യം പഠിപ്പിക്കാതിരിക്കണം.
ദേഷ്യം എന്ന് പറഞ്ഞ സാധനം പഠിപ്പിക്കാതിരിക്കണം. അങ്ങനെ മനുഷ്യന്റെ സ്വഭാവത്തെ നന്നാക്കുക. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്വഭാവം തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടാകുക. ഞാൻ എപ്പോഴൊരു ഉദാഹരണം പറയലുണ്ട്. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടിനെ നായേന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം. എവിടുന്ന് കിട്ടിയത്? വാപ്പമ്മാനെ വിളിച്ചത്, അല്ലെങ്കിൽ ഉമ്മ വാപ്പാനെ വിളിച്ചതല്ല. എവിടുന്ന് കിട്ടുക? അല്ലെങ്കിൽ രണ്ടാളും കൂടി കൂടിയിട്ട് അപ്പുറത്തുള്ള തറവാടത്തെ വല്യപ്പാനെ വിളിച്ചിട്ടുണ്ടാവും. ബാപ്പിമ്മയും വിളിച്ചതല്ലാതെ കുട്ടികൾ വിളിക്കൂല. അല്ലാത്തത് തീരെ കിട്ടൂല എന്നല്ല, പക്ഷേ വളരെ പ്രയാസമാണ്. ബാപ്പാനെയും ഉമ്മാനെയാണ് ഏറ്റവും നന്നായിട്ട് അനുകരിക്കുക. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നാണ് സ്വഭാവം പഠിയുന്നത്. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന നല്ല സമീപനമെങ്കിലും നമ്മളെ കുട്ടിയോട് കാണിക്കാൻ പറ്റണം. മനസ്സിലായോ എന്നറിയില്ല നിങ്ങൾക്ക്? അയൽപക്കത്തു നിന്ന് കുട്ടി വന്നപ്പോൾ നമ്മളൊരു ഗ്ലാസ് ചായ എടുത്തു, ഗ്ലാസ് വീണ് പൊട്ടി, എന്താ പറയുക? സാരമില്ലാറി. നമ്മളെ കുട്ടിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തു, ഗ്ലാസ് വീണ് പൊട്ടി, എന്താ പറയുക? എനിക്ക് ഇവിടുത്തെ ഗ്ലാസ് പൊട്ടിക്കല്ലാതെ വേറെ എന്താ പണി അറിയാം? അല്ലെങ്കിൽ മൊത്തം ഗ്ലാസ് ജനലെ പൊട്ടിച്ച് നിർത്തേറി പണ്ടാറ കാലാనికి ഇവിടുന്ന് ക്ലാസ്സിൽ ചായ ഇട്ടൂരാന്ന് പറയും. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന നല്ല സമീപനം നമുക്ക് നമ്മളെ കുട്ടിയോട് ചെയ്യാൻ പറ്റണില്ല. ഇതിന്റെ പേരാണ് ഈറ പിടിച്ചുകാരൻ. അപ്പൊ ദേഷ്യം പഠിപ്പിക്കരുത്, ഇതാണ് സ്വഭാവം പഠിപ്പിക്കരുത്. ഇനി വളരെ പ്രധാനപ്പെട്ട 5-ാമത്തെ കാര്യം, സമ്പത്തിന്റെ സംരക്ഷണം പഠിപ്പിക്കണം. 1-ാമത്തേത് ഈമാനിന്റെ സംരക്ഷണം, 2 ഇൽമിന്റെ സംരക്ഷണം, 3-ാമത്തേത് സ്വഭാവത്തിന്റെ സംരക്ഷണം, 4 ബുദ്ധിയുടെ സംരക്ഷണം. ഇനി 5-ാമത്തേത് സമ്പത്തിന്റെ സംരക്ഷണമാണ്. മുതൽ സംരക്ഷിക്കപ്പെടാൻ ആകെ ഒറ്റ കാര്യം ചെയ്താൽ മതി. പൈസ ഉണ്ടാവാൻ ആകെ ഒരു കാര്യം ചെയ്താൽ മതി. മുതൽ സംരക്ഷിക്കപ്പെടാൻ ആകെ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദാനശീലം പഠിപ്പിച്ചാൽ മതി. ദാനം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട. അത് മഴ പെയ്യണേ ആ ഒച്ച കേൾക്കുന്നത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഒച്ച എന്താണ്? മഴ പെയ്യുകയാണ്. മനസ്സിലായവരൊക്കെ ഇങ്ങോട്ട് നോക്കി. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഭക്തതവുകൾ അറിയേണ്ടതാ, അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ്. അതിലൊന്ന് സമയം നോക്കണം എന്നാണ്. മഴ പെയ്തിരിക്കും സമയം അതിലൊന്നാണ്. അല്ലാഹു നമ്മളെ കാറ്റുകുത്ത് നന്നാക്കി തരട്ടെ, മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ, ഖൈറിലും റാഹത്തിലുമാക്കി തരട്ടെ, രോഗങ്ങളെല്ലാം ശിഫയാക്കട്ടെ, മാലിലും ഔലാദിലും ബറക്കത്ത് നൽകട്ടെ. എല്ലാവരും കേട്ടോ. 5-ാമത്തെ കാര്യം മുതലിൻ്റെ സംരക്ഷണമാണ്. മുതലിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിപ്പിച്ചാൽ മതി, ദാനശീലം പഠിപ്പിച്ചാൽ മതി. അതിപ്പോൾ മഹലിലാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. മഹലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു നാട്ടിൽ മൊത്തത്തിൽ സമ്പത്തുണ്ടാവും, ആ നാട്ടുകാരെ ദാനശീലം പഠിപ്പിച്ചാൽ. അതിനാണ് നമ്മൾ വെള്ളിയാഴ്ച പിരിവർത്തനം. ദാനശീലം പഠിച്ചാൽ സമ്പത്തുണ്ടാവും. മക്കളെ ദാനശീലം പഠിപ്പിക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്തിൽ നന്നായി ദാനം കൊടുക്കാളെ. യുദ്ധത്തിന് പോകാൻ വേണ്ടി നബി തങ്ങൾ വഅദ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നീച്ചെന്നിട്ട് പറഞ്ഞു 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും നമ്മളെ വക ഓഫറാണ് പറഞ്ഞു. ഇരിക്കുക. 2-ാമത് വഅദ് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് പിന്നെ നീച്ചു. എന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും എൻ്റെ വകയായി നൽകാം നബിയേ എന്ന് പറഞ്ഞു. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും മൂപ്പർക്ക് പുതിയ ഹൈവേൻ്റെ വക്കത്ത് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അത് ഈ ഹൈവേ വികസനം വന്നപ്പോൾ നല്ല വിലക്കണ് കൊടുത്തപ്പോൾ കൊടുക്കാൻ മാത്രം ഉണ്ടായതേ കാരന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്, അൻസാരിയല്ല, മദീനക്കാരനല്ല. മക്കത്തുനിന്ന് 2 കയ്യും വീശിങ്ങാണ്ട് മദീനത്തേക്ക് വന്നതാണ്. പിന്നെന്തേ കൊടുക്കാണ്ടായതിൻ്റെ കാരണം 2 എണ്ണമാണ്.
ഒന്ന് കൊടുക്കാനുള്ള മനസ്സുണ്ടായി എന്നതാണ്. രണ്ട്, മൂപ്പര വാപ്പ അഫ്ഫാൻ കൊടുക്കലേന്നായിരുന്നു എന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അഫ്ഫാൻ എന്ന് പറയുന്ന ആള് ദാനശീലമുള്ളവനായിരുന്നു എന്നതാണ് ഒരു കാരണം. രണ്ടാമത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാനുള്ള മനസ്സുണ്ടായി എന്നതാണ്. കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ പേഴ്സ് മറന്നെക്കും. അതാ ഞാൻ എന്ത് ചെയ്തു, പേഴ്സ് മറന്നു. എല്ലാ വെള്ളിയാഴ്ചയും പേഴ്സ് മറന്നെക്കും. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ. കൊടുക്കാൻ മനസ്സുണ്ടെങ്കിലോ വെള്ളിയാഴ്ച ജുമാക്ക് വരുമ്പോൾ ഒരു 20 റുപ്യൻ്റെ നോട്ടും ഒരു 50 റുപ്യൻ്റെ നോട്ടും ഒരു 100 റുപ്യൻ്റെ നോട്ടും ഒരു 500 റുപ്യൻ്റെ നോട്ടും വെച്ചിട്ട് വരും. മോലേരെ പറച്ചിലിൻ്റെ കട്ടി പോലെ എടുക്കാൻ വേണ്ടിയിട്ട്. കൊടുക്കാൻ മനസ്സുള്ളവൻ അങ്ങനെ. കൊടുക്കാൻ മനസ്സില്ലാത്തവൻ പേഴ്സുള്ള കുപ്പായ അവിടെ വെച്ചിട്ട് വേറെ കുപ്പായിട്ട് കണ്ടുവരും. എന്നാൽ വർത്താനത്തിലോ ഇവിടെ എന്നും പിരിവന്നേന്ന് പറയും. ആര്? കൊടുക്കാത്തോ. കൊടുക്കണവനോ ഒരക്ഷരം മുൻപിലാവും. കൊടുത്തുകൊണ്ടേയിരിക്കും, ഓനുണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സമ്പത്തിൻ്റെ പരിപാലനം ദാനശീലം പഠിപ്പിക്കലാകുന്നു. ഉച്ചക്ക് ചോറേച്ചിട്ട് പേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് വാതിലുമ വെല്ലടിച്ചു. റമദാൻ മാസാണ്. റമദാൻ മാസാണ്. റമദാൻ മാസം ചോറേച്ചില്ലല്ലോ അല്ലേ? എന്നാ വേണ്ട, റമദാൻ മാസമല്ല. അപ്പോൾ കേട്ട് ഉച്ചക്ക് ചോറേച്ചിയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് വെല്ലടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഒരു സാധു മനുഷ്യനാണ്. അതിൽ വല്യമ്മക്ക് ഗുളിക വാങ്ങാൻ വേണ്ടി വെച്ച പൈസ ഉണ്ടായിരുന്നു. വേറെ പൈസ ഒന്നുമില്ല. അതിനൊരു 5 കോട്ടൺ റുപ്യന് എടുത്തിട്ട് മോൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ പാപ്പാൻ്റെ അടുത്തൊന്നുമില്ല, എന്നാലും നമ്മളടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി വന്നതല്ല. അയാൾ വെറും കൈയോടെ മടക്കുന്നത് ശരിയല്ല. ഇപ്പാൻ്റെ കുട്ടി എന്താണ് കൊണ്ടേ കൊടുത്തടാന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തയച്ചാൽ പഠിയുന്ന വിദ്യാഭ്യാസത്തിന്റെ പേരാണ് ദാനശീലം. അതാണ് പഠിപ്പിച്ചാൽ സമ്പത്ത് സംരക്ഷിക്കപ്പെടും. ദാനശീലമുള്ളവർക്ക് സമ്പത്തിന്റെ സംരക്ഷണമുള്ളൂ. ഖിദ്ർ അലൈഹിസ്സലാം മതിൽ നന്നാക്കി കൊടുത്ത വാപ്പ ദാനശീലമുള്ളവരായിരുന്നു എന്ന് സയ്യിദുനാ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സംഗതി. അപ്പം മക്കൾക്ക് നമ്മൾ 5 സംരക്ഷണങ്ങൾ നൽകുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മളൊരു വാപ്പി ഉമ്മയായി മാറുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഒരു ഫാത്തിഹ എല്ലാവരും ഓതി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പറയ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഒരുമിച്ച് കൂടിയത് സംഘടിപ്പിച്ചത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചോനെ, സദസ്സിലുള്ള വേദിയിലുള്ള സയ്യിദന്മാര് ആലിമീങ്ങൾ എല്ലാവരുടെയും മദദ് കൊണ്ട് ഫൈളാൻ കൊണ്ട് ഞങ്ങളുടെ ദുആ നീ ഖബൂലാക്കണേ അല്ലാഹ്. സ്ത്രീകൾ ഒരുമിച്ച് കൂടിയ സദസ്സാണ്. ഖൽബിന്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. പ്രായമുള്ളവരുള്ള സദസ്സാണ്. ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ യുവത്വം ചെറുപ്പകാലം ദീനിനു വേണ്ടി ചെലവാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പള്ളി മദ്രസ ദീനീ സംവിധാനങ്ങളെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, നേരത്തെ സഹായിച്ചവർ എല്ലാവർക്കും വലിയ കൂലി നൽകണേ അല്ലാഹ്. ബക്കറ്റിനായി സംഭാവന നൽകിയതും അല്ലാതെ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുമായ എല്ലാവരുടെയും എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ തീർത്ത് ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാത്തു സലാമത്തിലാക്കണേ അല്ലാഹ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, മക്കള്, ഉപ്പ
ഉപ്പമാര് ഭർത്താക്കന്മാർക്ക് നീ സംരക്ഷണം നൽകണമല്ലാ. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. ഇൽമിലും ആയുസ്സിലും ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ പ്രദേശത്തെ സിഹത്ത് സലാമത്തിനെ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ മദ്രസയിലെ കുട്ടികൾക്ക് നാഫിയായ ഇൽമ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ടെങ്കിലും വരാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെയും ഞങ്ങളെ ഈ ദുആയിൽ നീ പങ്കു ചേർക്കണേ അല്ലാ. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്യാനുള്ള തൗഫീഖിനെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. പരക്ഷോനെ പരിപൂർണ ഈമാനോടുകൂടെ മൗത്താക്കണേ അല്ലാ. നബിയോടുള്ള ഇഷ്ക മഹബത്ത് ഖൽബിൽ തരണേ അല്ലാ. കുഞ്ഞാര നബിയെ ഇഷ്ടപ്പെടുന്ന മക്കളായി ഞങ്ങളെ മക്കളെ നീ ആക്കണേ അല്ലാ. ഞങ്ങളെ ഖബറിൽ വന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചോനെ, ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചവർ, ശബ്ദം ഏർപ്പാട് ചെയ്തിട്ടുള്ളവർ, മറ്റു സൗകര്യങ്ങൾ ചെയ്തവർ, ഇവിടുത്തെ ഉസ്താദുമാരെല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ വലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മാനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. دعاء ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.